അതെ ഗൈസ്, നമ്മൾ ജർമ്മനിയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് നാട് വിടുകയാണ്. നമ്മിപ്പോൾ നിൽക്കുന്നത് കൊളോൺ എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് എങ്ങാടാണ് പോണേന്നുള്ളത് ഞാൻ വഴിയെ പറയാം. നോക്കട്ടെ. സോ ഈസി. ഇനി ലഗേജ് കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യണം. ബെർലിൻ എയർപോർട്ടിനേക്കാളും കൂടുതൽ ഷോപ്പുകളുണ്ട് കേട്ടോ. ഷോപ്പിൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് ഭയങ്കരമായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ എയർപോർട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൊളോൺ എയർപോർട്ട് ബെർലിൻ എയർപോർട്ടിനേക്കാളും നല്ലതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യണത്. ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ. ഡ്യൂട്ടി ഫ്രീയുടെ റേറ്റ് നോക്കി JDക്ക് 24.50, റെഡ് ലേബലിന് 19.50, മങ്കി ഷോൾഡർ റേറ്റ് നോക്കി 44.90. ഇത് കൊടുക്കുന്ന നഷ്ടമുണ്ട് ഇവിടെ. ശിവാശ്രീകൾ 34.90. ഇതിനേക്കാൾ നല്ലത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഇത് ഫ്ലൈറ്റിൽ നിന്ന് ആൾക്കാരെ ഇറക്കണുള്ളൂ കേട്ടാ. ഈ ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മളെ കയറ്റേണ്ടത്. ഇവർ ചെക്കൊന്നും ചെയ്യൂല പണ്ടാറും. ഗൈസ്, അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മളെ കൂട്ടനെ പുറത്തുണ്ട്. ഞാൻ വിളിച്ചോണ്ടിരിക്കണം. വന്നിട്ടുണ്ട്. അവനെ കാണാൻ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ വന്നാക്കണേ. ഓക്കെ, ബാ. ഇപ്പൊ മനസ്സിലായില്ലേ ഗൈസ്, നമ്മൾ എങ്ങനെ വന്നാക്കണേന്ന്. ഇവനെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്വർഗത്തിലേക്ക് കാണുന്നത്. എടാ കുപ്പി പെടുത്തുണ്ടോ റമ്മാണ്. നമ്മുടെ വോക്സൽ, അതായത് നമ്മുടെ ഓപ്പലില്ലേ, ഓപ്പലിന്റെ വേറെ സാധനമല്ല. ഓപ്പല് ഇവിടെ ഉണ്ടാക്കണം ജപ്പാനില്. ഇത് UK ഇമ്പോർട്ടന്റ്. സെയിം പെയിന്റിംഗ് ആയിരിക്കും. ഒറ്റ സ്ട്രക്ചർ ആണല്ലോ എല്ലാ വീടുകളും. സ്ട്രക്ചർ ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെന്റുകൾ, അങ്ങനത്തെ ഒരു സാധനമല്ല. നിങ്ങൾ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കുറേ വ്ളോഗ് ഇവിടെ മാൾട്ടയിലുള്ളുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മാൾട്ടയിൽ വന്നതിനേക്കാളും പിന്നെയും കുറേ പുരോഗമിച്ചിട്ടുണ്ട്. BMW ബൈക്ക് വന്നുണ്ടോ, പൈസ വണ്ടി ഉണ്ട്, ആൻറ്റിനൊക്കെ ഉണ്ട് കേട്ടോ. അതാ നൈസ്. പോക്കൊക്കെ പോണ്ട്. സുസൈൻ ചോദിച്ചോ, അറിയോ എനിക്ക് മനസ്സിലായ എന്നാ? മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. മുടി തട്ടല്ലേ? ഇപ്പൊ മനസ്സിലായ ആരാണ്? ക്യാപ്പ് വെച്ചോണ്ട് മനസ്സിലായില്ലേ ഗൈസ്? ക്ലാസ്സിൽ നിന്ന് വിളിച്ചോണ്ട് അമ്മ വാ കയറി പോവാ. ഇഷ്ടപ്പെട്ട അത് തുറന്നു നോക്ക്. എന്താണ് പാകാവൂലേ? തന്റെ പപ്പണിയാണ് പറഞ്ഞത്. ഇട്ടോക്ക്. ഒരുക്കണാണ്. സ്ലൈഡ് നോക്ക്. സ്ലൈഡ് വെക്കാൻ പറ്റുമോ? ഹായ്, സൂപ്പർ സെറ്റാ. എനിക്ക് ഇങ്ങനത്തെ സ്ലൈഡോ? അങ്ങനത്തെ എനിക്ക് ഇത് പറ്റൂല. ഇരിക്കോ? ഫോട്ടോ എടുത്തോ, വീഡിയോ എടുത്തോ, എങ്ങനെയുണ്ട് സുസൈൻ? മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതായിട്ട് ഇപ്പൊ ഗോകുലിനെ കാണാൻ പോണല്ലേ. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. അവനെ കണ്ടിട്ട് ഒറ്റക്ക് കൊടുക്കാൻ ഒരു മടി. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് തുടങ്ങാൻ പോണേ. നിങ്ങളുടെ ഒരു ആൾട്ടി വരൂ. ഇതാണ് ജോക്കന്റെ വൈഫ്, ആൾട്ടിയ. ഓക്കെ, മേക്കപ്പ് കിട്ടാ? എന്ത് കിട്ട് പറഞ്ഞു കൊടുത്തേ. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. എന്തൊക്കെയാണെന്ന് പറ. ലിപ്സ്റ്റിക്, പിന്നെ ഐലൈനർ, ബ്ലഷ്, പിന്നെ പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല. ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതാണ് ഗോകുൽ ബാബ. ഇവനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അടുത്തത് അതിഥി, മാൾട്ട സൂപ്പർ മാർക്കറ്റ് സൂപ്പർവൈസർ. വാ, പാർക്കിൽ പോയി റെഡിയാ. അങ്ങോട്ടോ വെള്ളമടിക്കാൻ ഒരു പറമ്പനീശറിയാണ്. പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി കൂട്ടുകത്തെ കാറ്റി കൂടി കാർ കയറിയിരിക്കണോക്കി. ഇപ്പൊ മനസ്സിലായി മാൾട്ട തണുപ്പെടുന്ന മനസ്സിലായി. ഇപ്പൊ മാൾട്ട തണുപ്പല്ല, കാറ്റ്. തണുപ്പല്ലേ, കാറ്റും കൊണ്ട്. കാറ്റെന്താ കൊണ്ടുവന്നത്? തണുപ്പ്. അതാണ് തണുപ്പെടുന്നത്. എടാ, ഈ തണുപ്പ് കുറവാടാ, കാറ്റാണ് കൂട്ടി. നിനക്ക് നിൽക്കാൻ പറ്റില്ല. ഇല്ല പോരാ, നീ തണുത്തിട്ട് നിൽക്കാൻ പറ്റണില്ലടാ.
ഒരെണ്ണം അടിച്ചാൽ സെറ്റ് ആവും. അന്ന് അടിച്ചിട്ട് പോകാൻ അങ്ങനെ അടിച്ചിട്ട് ഒരെണ്ണം അടിച്ചിട്ട് പോവാം. പൊട്ടിക്കുമോനെ ഡോൺ ട്രസ്റ്റ്. അതെ സത്യം, മാൾട്ട സീനാണ്. ഇന്ന് രാവിലെ ഉച്ചവരെ വെട്ടിത്തെളിഞ്ഞ വെയിലായിരുന്നു. ചൂടും. അതെ, ഉച്ചവരെ കൊടുക്കത്ത വെയിലായിരുന്നു. സന്തോഷവാനായിട്ട് ഞാൻ വന്നാണ്. ഇപ്പതേ പുറത്തിറങ്ങാൻ പറ്റണം. ബ്രാൻഡിയാണ് മോനെ. എങ്ങനെയുണ്ട്? നല്ല ഫൈൻ. മച്ചന്മാരെ ഒരു പെഗ് അടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഉടുക്കത്തൊക്കെ കാറ്റാണ്. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പൊ പ്രതിരോധിക്കുക. ഇരിക്കാൻ പോവാ. സുസൻ ഇരിക്കോ? തണുപ്പാണ്ടാ. രാത്രി ബൂ സൗണ്ടാണ് കാറ്റിന്റെ. ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ മേടിച്ച ഫ്രോസൺ പൊറോട്ട. ഈ ഫ്രോസൺ പൊറോട്ട ചൂടാക്കി അടിക്കും. അതോടൊപ്പം നമുക്ക് പോർക്കുണ്ട്. പോർക്ക് നല്ല കുരുമുളകിട്ട് വയറ്റിയത്. ജോക്കട്ടിനാണ് കുക്കർ ജോക്കട്ട്. എന്താണ് ലൈറ്റാണത്? പോർക്കിന് ലൈറ്റ് ഇട്ട് കൊടുത്താണ് ജോക്കട്ട്. ആരും പറ്റില്ല, ആരും പറ്റില്ല. നിങ്ങളെ പറ്റി. പൊറോട്ട ഉണ്ടോ? ഫ്രോസൺ ആണെന്ന് പറയില്ല, ജോക്കട്ട് ഉണ്ടാക്കിയാണ്. ഫ്രോസൺ അടപ്പത്തിനുണ്ടാക്കി. പാനവിടെ വെറുതിരിക്കണം. പോർക്ക് സത്യമായിട്ട് ജോക്ക് ഉണ്ടാക്കിയാണ് അല്ലേ? പോർക്ക് നൈസായിരുന്നു. ആൾട്ടി ഉണ്ടാക്കിയപ്പോൾ ഒരു കണ്ടിട്ടുണ്ട്. അതേ ഉച്ചക്ക് കഴിച്ച വീഡിയോ സ്കിപ്പായി പോയി, എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതെ. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കണം. നമ്മത് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഡെയിലി ബ്ലോഗ് 6 ദിവസം. ഓക്കെ, അടുത്തൊരു കാണുന്നവരെ